നമസ്കാരം. ഏറെ ദിവസം നീണ്ടു നിന്ന കാത്തിരിപ്പിനൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈകുന്നേരം 6 മണിക്ക് തന്നെ കൊച്ചി മഹാരാജാസ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. റോഡ് ഷോ നടക്കുന്നത് കൊണ്ട് തന്നെ 6 മണി മുതൽ രാജേന്ദ്ര മൈതാനി മുതൽ ഗസ്റ്റ് ഹൗസ് വരെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. നാളെ രാവിലെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും ഗുരുവായൂർ വെച്ച്. അതിനുശേഷമായിരിക്കും തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പിന്നീട് കൊച്ചിയിൽ എത്തുന്ന മോദി ഷിപ്പ്യാർഡിന്റെ രാജ്യാന്തര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, അതിനോടൊപ്പം പുതിയ ഡ്രൈ ഡോക്ക് എന്നിവ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നുമുണ്ട്. അതിനുശേഷമായിരിക്കും മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJPയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ പരിപാടികൾക്കെല്ലാം ശേഷം അദ്ദേഹം ആന്ധ്രയിലേക്കാണ് മടങ്ങുന്നതും. എന്തായാലും 1 മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 2 തവണ സന്ദർശനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം ചെറുതല്ല. ഒരിക്കലും അദ്ദേഹം ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനോ ക്ഷേത്ര ദർശനത്തിനോ വേണ്ടി മാത്രമല്ല വരുന്നത്. മറിച്ച് മുൻകാലങ്ങളിലൊക്കെയും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എപ്പോഴൊക്കെ എത്തുന്നോ അപ്പോഴൊക്കെ അദ്ദേഹം ചില വിഭാഗങ്ങളുമായി പ്രത്യേകമായ മീറ്റിങ്ങുകൾ, ചില യോഗങ്ങളൊക്കെയും നടത്താറുണ്ട്. മുൻകാലങ്ങളിലൊക്കെ അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കേരളത്തിലെ ക്രിസ്തീയ പുരോഹിതന്മാരുമായി അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വരവിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന ചർച്ച കൂടിയുണ്ട് രാഷ്ട്രീയ കേരളത്തിൽ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.